ഇവിടെ നിങ്ങൾ വളരെ പ്രമാണമായി ഒരു മാനിഫെസ്റ്റോയായി ചോദിച്ചത് ഖുർആനിൽ തെളിവുണ്ടോ എന്നാണ്. എന്തിന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിയാസ നടത്തിയതായി വല്ല തെളിവുകളുമുണ്ടോ? അള്ളാഹു നമ്മോട് പറയുന്നു, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ ഫസ്തഗ്ഫറ ലഹുമുർ റസൂലു. ഇത് അള്ളാഹു നമ്മോട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലെ, ഒരു വിഭാഗം അക്രമികളായ ആളുകൾ നിങ്ങളുടെ അടുക്കലേക്ക് വരികയും വസ്തഗ്ഫിറുല്ലാഹ, അപ്പോൾ നബിയെ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക, ഫസ്തഗ്ഫറ ലഹുമുർ റസൂലു, അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടി. പ്രിയം നിറഞ്ഞവരെ, ഇത് ഇസ്തിആസക്ക് വളരെ സ്പഷ്ടമായ തെളിവാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുളൂഎടുക്കാൻ വെള്ളം കൊണ്ടുകൊടുത്തിരുന്ന റബീഅ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, അവസാനമായി നബിയെ, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കാലം നിങ്ങൾക്ക് സേവനം ചെയ്തു, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, നബിയെ നിങ്ങളോട് കൂടെ സഹവസിക്കണം എന്നാണ് ചോദിച്ചത്. ഇവിടെയെല്ലാം ഇസ്തിആസക്ക് വളരെ ഉന്നതമായ തെളിവുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നു. ഇനി നിങ്ങൾക്ക് എന്താണ് വല്ല തെളിവുകൾ വേണ്ടത്? അൽഹംദുലില്ലാഹ്. നല്ല രണ്ട് ചോദ്യങ്ങൾ. ഈ രണ്ട് വിഷയവും ഇസ്തിഗാസയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആയത്ത് ഖുർആനിലുണ്ട്, ഹദീസുമുണ്ട്. ഇമാം മുസ്ലിമാണ് ഹദീസ് ധരിച്ചത്. ഈ ആയത്തും ഹദീസും ഇസ്തിഗാസയുമായി യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളിപ്പം മാറ്റേണ്ടതുണ്ട്. കാരണം ആയത്ത് പറഞ്ഞാ, വലൗ അന്നഹും ഇദ്ലമു അൻഫുസഹും, അവർ സ്വന്തത്തോട് അക്രമം ചെയ്തപ്പോൾ അവരായിരുന്നുവെങ്കിൽ, എന്തായിരുന്നുവെങ്കിൽ, ജാഊക, താങ്കൾ അടുക്കൽ വന്നിരുന്നുവെങ്കിൽ, വസ്തഗ്ഫിറുല്ലാഹ, അവർ റബ്ബിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹുവിനെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി കാരുണ്യവാനായി അവർക്ക് കണ്ടെത്താമായിരുന്നു. ഇവിടെ ഷർത്തും ജവാബുമാണല്ലോ ഉള്ളത്. വലൗ എന്നത് ഷർത്തിന്റെ അദാത്താണ്. അതിന് ജവാബാണ് അവസാനം പറഞ്ഞ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. കൈയിട്ട് പറഞ്ഞു. അപ്പോൾ അവർ ദുൽമ ചെയ്തപ്പോൾ നബിയുടെ പക്കൽ വരികയും റബ്ബിനോട് പൊറുക്കലിനെ തേടുകയും നബി അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുമായിരുന്നു. അപ്പൊ അവർ വരുന്നില്ല, തേടുന്നില്ല, നബി അവർക്ക് വേണ്ടി തേടുന്നില്ല എങ്കിൽ പഠിച്ചവൻ പുറത്തു കൊടുക്കുകയുമില്ല എന്നാണ് മറുവശം. അപ്പൊ അത് ഇസ്തിഗാസയാണെങ്കിൽ ഇസ്തിഗാസ ചെയ്യാൻ നിർബന്ധമാണ് എന്ന് വരും. ഇസ്തിഗാസ ചെയ്താലേ പുറത്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് കിട്ടൂല. ഇസ്തിഗാസ നിർബന്ധം നിങ്ങൾക്കും വാദല്ല. ഇസ്തിഗാസ നിർബന്ധം നിങ്ങൾക്കും വാദല്ല, ഒരൊറ്റ സുന്നി പണ്ഡിതന്മാർക്കും വാദമില്ല. ഈ ആയത്താണ് തെളിവെങ്കിൽ ഇസ്തിഗാസ നിർബന്ധം എന്ന് പറയണം. ഞങ്ങളെ വീക്ഷണപ്രകാരം ഈ ആയത്തിൽ പറഞ്ഞ നബിയിലേക്കുള്ള വരവ് നിർബന്ധമാണ്, സുന്നത്ത് പോലുമല്ല, അനുവദനീയം പോലുമല്ല. എന്തുകൊണ്ട്? അവർ വന്നിരുന്നുവെങ്കിൽ പുറത്തു കൊടുക്കുമായിരുന്നു. ഒരു വന്നില്ല, പഠിച്ചോ പൊറുക്കുന്ന വസ്തുവില്ല. അതെന്താ വിഷയം? മുനാഫിക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവർ നബിയെ വിഷമിപ്പിച്ചു, നബിയെ വേദനിപ്പിച്ചു. ഇനി നബിയെ വേദനിപ്പിച്ച ആളുകൾക്ക് പഠിച്ചോ പുറത്തു കൊടുക്കണോ? ഒരു നബിനടുത്ത് വരണം, നബിയോട് ഏറ്റു പറയണം, അവർ റബ്ബിനോട് പ്രാർത്ഥിക്കണം, നബി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്കിലേ പഠിച്ചവൻ പുറത്തു കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ പുറത്തു കൊടുക്കൂല. പക്ഷെ ഒരു വന്നില്ല. നിങ്ങൾ വരൂ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊള്ളും എന്ന് പറഞ്ഞാൽ അവർ തിരിഞ്ഞു പോകുന്നു. അപ്പൊ അവർക്ക് പൊറുക്കുന്ന പ്രശ്നമില്ല. ഈ ഹദീസിൽ വന്ന, ഈ ആയത്തിൽ പറഞ്ഞ നബിയിലേക്കുള്ള വരവ്, അവൻ നടത്തേണ്ട ഇസ്തിഗ്ഫാർ, നബിയുടെ ഭാഗത്തുള്ള ഇസ്തിഗ്ഫാർ, അത് വാജിബാണ് അവരുടെ പാപം പുറത്തു കിട്ടാൻ. എന്നാൽ ലോകത്ത് ഇന്നേ വരെ തൗബയുടെ നിബന്ധന പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും, തൗബക്ക് ഷർത്ത് പറഞ്ഞപ്പോൾ 4 ഷർത്താണല്ലോ പറഞ്ഞത്. 4 ഷർത്തിന് എവിടെയെങ്കിലും നബിനെ പോയി കാണൽ, നബിയോട് പോയി പറയൽ എന്നൊരു വകുപ്പ് പറഞ്ഞോ? ഇല്ല. എന്നാൽ 4 ഷർത്തിൽ 4ാമത്തെ ഷർത്തിൽ തെളിവെന്താ? ഈ ആയത്താണ്. طلب متابا بالندامة مقلعا وبعزم ترك الذنب فيما استقبل وبراءة من كل حق الآدم فلهذه الأركان فرع وكملا. سيدي مخدوم الأذكياء
അദ്ദേഹം 4 നിബന്ധന പറഞ്ഞു തൗബക്ക്. നബവി ഇമാമിന്റെ റിയാദുസ് സ്വാലിഹീനിൽ ബാബു തൗബയിൽ അദ്ദേഹം ഈ 4 എണ്ണി പറഞ്ഞിട്ടുമുണ്ട്. തർക്കമില്ലാത്ത വിഷയമാണ്. 1 തെറ്റിന്ന് മാറി നിൽക്കണം, 2 ചെയ്ത തെറ്റിൽ ഖേദിക്കണം, 3 ഭാവിയിൽ തെറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിക്കണം. അത് 3 ആയത്തിനും കിട്ടി. 4ാമത്തെ ഷർത്ത് എന്താ? വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി. മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട ഹക്കടപാടുന്നൊക്കെ ഒഴിവാകണം. അതിനെന്താ തെളിവ്? ഈ ആയത്തെ തെളിവ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീർ റാസിയിൽ അല്ലാമ റാസി പറയുന്നു, വമൻ കാന ദംബു കദാലിക വജബ അലൈഹിൽ ഇഅ്തിദാറു ഇലാ ദാലികൽ ഗയർ. വല്ലവരും ചെയ്ത തെറ്റ് ഈ വകുപ്പിൽപ്പെട്ട തെറ്റാണെങ്കിൽ, ഏത്? മുനാഫിഖീങ്ങൾ നബിയോട് ചെയ്ത തെറ്റ്, ആ വകുപ്പിൽപ്പെട്ട തെറ്റാണ് ഒരാളുടെ തെറ്റെങ്കിൽ വജബ അലൈഹിൽ ഇഅ്തിദാർ ഇലാ ദാലികൽ ഗയർ. ആ ആളെ ചെന്ന് കണ്ട് മാപ്പ് ചോദിക്കൽ അയാൾക്ക് വാജിബാണ്, നിർബന്ധമാണ്. അപ്പൊ ഞാൻ താങ്കളെ ആക്രമിച്ചു, ഞാൻ വീട്ടിൽ പോയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരണം, നിങ്ങളെ വന്ന് കാണണം, നിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം, നിങ്ങളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം, ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും വേണം. അപ്പോഴേ പൊറുക്കുള്ളൂ. തെളിവെന്താ? ഈ ആയത്ത്. അപ്പൊ നബിയെ വേദനിപ്പിച്ച മുനാഫിക്കുകൾ ഒരിക്കൽ പുറത്തു കിട്ടണോ? നബിനടുത്ത് പോകട്ടെ, നബിയോട് പറയട്ടെ, നബി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അവരും റബ്ബിനോട് പ്രാർത്ഥിക്കട്ടെ. എന്നിട്ട് അവിടെ തഫ്സീർ റാസി സലാഹുദ്ദീൻ മുസ്ലിയാർ, നിങ്ങൾ എല്ലാവരും ചോദിപ്പാക്കി, നിങ്ങൾ എന്താ എത്ര മാന്യമായി നടക്കുമ്പോ നിങ്ങൾ ചോദിച്ച എല്ലാരും ചോദിപ്പാക്കി. ഈ ആയത്തില് തഫ്സീർ റാസി ഒരു ചർച്ച കൂടിയുണ്ട്. അതായത് നബിനടുത്തൊന്ന് മാപ്പ് ചോദിച്ചു, നബി മാപ്പ് എടുത്തു, എന്നിട്ട് അവര് പ്രാർത്ഥിച്ചാ പോരെ, പിന്നെന്താ നബി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവർ ഇസ്തിഗ്ഫാർ നടത്തിയാൽ തന്നെ മതിയല്ലോ, പിന്നെ എന്തിനു നബി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം? അതിന് പറഞ്ഞ വിശദീകരണം എന്താണെന്നറിയോ? നബി അവർക്ക് മാപ്പ് കൊടുത്തു, ഇനി നബിയുടെ മനസ്സിൽ അവരോട് ഒരു വിദ്വേഷവും ബാക്കിയില്ല എന്നതിന് തെളിവായിക്കൊണ്ട് നബി റബ്ബേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കൂടി ചെയ്ത. അപ്പൊ ഉറപ്പായല്ലോ നബിയുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും മാറിയിട്ടുണ്ട്. ഇനി നബിക്ക് നമ്മുടെ വിഷമൊന്നുമില്ല. മറ്റേ ചിലപ്പോ നമ്മളെ കണ്ടല്ലോ സാധാരണഗതിയിൽ പൊരുത്തപ്പെട്ടു എന്നൊക്കെ പറയും. അവിടെ പോകുമ്പോ നമ്മളെ ഉള്ളിലുണ്ടാവും, പൊരുത്തപ്പെട്ട് പോണേക്ക് പോട്ടെ, ഈ കൊലത്തിലൊക്കെ കാട്ടിയിട്ട് പൊരുത്തപ്പെടിക്കാൻ പറ്റക്ക എന്ന് നമ്മൾക്ക് തോന്നും. അപ്പൊ അങ്ങനെയും ഇനി മനസ്സിൽ ബാക്കിയില്ല, അവനോടുള്ള എല്ലാ വിഷമവും തീർന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാനാണ് നബിതങ്ങൾ കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് എന്ന് കൂടി തഫ്സീർ റാസിയിലുണ്ട്. അപ്പൊ ഈ ആയത്തൊരിക്കലും ഇസ്തിഗാസയുമായി ബന്ധമുള്ളതല്ല. നബിയെ വേദനിപ്പിച്ച ആളുകളോട് ആ തെറ്റ് അവർക്ക് പുറത്തു കിട്ടണോ അവിടെ വരാൻ പറ്റും. അഥവാ അന്നഹും ഇദ്ദലമു, അവർ ദുൽമ ചെയ്തപ്പോൾ അവർ ജാഊക വന്നിരുന്നുവെങ്കിൽ, വസ്തഗ്ഫറു ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നുവെങ്കിൽ, വസ്തഗ്ഫറ ലഹും റസൂൽ അവർക്ക് വേണ്ടി റസൂൽ പൊറുക്കൽ തേടിയിരുന്നുവെങ്കിൽ ഒക്കെ ഭൂതകാലക്രിയ. അല്ലാഹു തവ്വാബും റഹീമുമായി ഇവർ കണ്ടെത്താമായിരുന്നു. പക്ഷെ അവർ വന്നില്ല, ഇസ്തിഗ്ഫാർ നടത്തിയില്ല, നബിയോട് ഏറ്റു പറഞ്ഞില്ല, നബി അവർക്ക് വേണ്ടി പൊറുക്കൽ തേടിയില്ല, അതുകൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കുന്ന പ്രശ്നവുമില്ല. ഇത് 2ാമത്തെ വിഷയം. റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു, അതേ നബിക്ക് സേവനം ചെയ്ത സ്വഹാബിയാണ്. വുളൂ ചെയ്യാൻ വെള്ളം കൊണ്ടുപോയി കൊടുക്കും, മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ നബിയുടെ കൂടെ ചെന്ന് വെള്ളവുമായി നബിക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കും. അങ്ങനെ നബിയെ സേവിച്ച സ്വഹാബിയാണ് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി. അദ്ദേഹത്തോട് നബി പറഞ്ഞു, സൽ യാ റബീഅ, റബീഅ നീ ചോദിച്ചുകൊള്ളുക. അവർ ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലേ എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗ്ഗത്തിൽ കൂട്ടുകാരനായി കൂടാൻ ഉള്ളൊരു ഭാഗ്യം വേണം. നബി തങ്ങൾ എന്താ പറഞ്ഞത്? അഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക. നബി തങ്ങൾ ഇപ്പൊ അവിടെ വന്നിട്ട് ചോദിച്ചോ ഫൈസൽ, എന്റെ ചോദ്യം 1ാമത്തെ ചോദ്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. നബിയുടെ വന്നിട്ട് എന്നോട് പറയാ സൽ എന്ന് പറയാ, എന്റെ 1ാമത്തെ ചോദ്യം എന്താ അറിയോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലേ എനിക്ക് നിങ്ങളൊപ്പം സ്വർഗ്ഗത്തിൽ പോകാൻ പറഞ്ഞ ചോദിക്കാനുള്ളത്. നമുക്കെന്താ ചോദിക്കാനുള്ളത്? ഇവിടെ തർക്ക വിഷയത്തിലില്ലല്ലോ. നബി ഇവിടെ വന്ന് നമ്മോട് ചോദിച്ചോന്ന് പറയുകയാണെങ്കിൽ നബി ഒരു മുടി തരുമോ നമ്മൾ ചോദിക്കൂല, ഒരു പൊടി തരുമോ ചോദിക്കൂല. അടച്ച നബിയെ എനിക്ക് നിങ്ങളൊപ്പം സ്വർഗ്ഗത്തിൽ എത്താൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, ഇതന്നെ ചോദിക്കാനുള്ളത്, ഒരു സംശയമില്ല. ഇനി നമ്മളും തമ്മിൽ ചോദിക്കുന്നില്ല. ഞാൻ സാധാരണ നാടൻ ഉദാഹരണം പറയാൻ സാധാരണക്കൊക്കെ മനസ്സിലാൻ വേണ്ടി, ഗൾഫിൽ നിന്ന് പേരക്കുട്ടി വരിക, വല്യമ്മാനെ വിളിക്കും, വല്യമ്മ ഞാൻ അടുത്താഴ്ച വരുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, എനിക്ക് ഈമാൻ കിട്ടി മരിച്ചാൽ മതി, ഈമാൻ കിട്ടി മരിച്ചാൽ മതി. ആയിക്കോട്ടെ വല്യമ്മ, അതിപ്പോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ദ്വാരിക്ക്, ഞാനും ദ്വാരിക്ക എന്ന് പറയും. ആ ഒരു സംസാരം. സല്യാ റബി, റബി എന്താ വേണ്ടി ചോദിച്ചോ, നബി എനിക്ക് നിങ്ങളെ കൂടെ സ്വർഗ്ഗത്തിൽ വരണം, റബി ആയിക്കോട്ടെ സുജൂദ് വർദ്ധിപ്പിച്ച് നീ എന്നെ സഹായിക്കും. ഇതാണ്ടായിരുന്നു. അപ്പൊ നബിതങ്ങൾ വന്ന് നമ്മോട് പറയുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളൂ. തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നബിതങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചോദിക്കാണ്ട്, അല്ല ഇതും ചോദിക്കാം. അതേ റബീഅയോ മറ്റു സഹാബിമാരോ ഇത് കണ്ടിട്ട് ഇത് മാതൃകാക്കിയിട്ട് നബി വഫാത്ത് വേഷം പോയി ചോദിച്ചോ? ഇല്ല.
നബിയുടെ അഭാവത്തിൽ എവിടെയെങ്കിലും ദ്വാരിക്കുമ്പോ റബ്ബിനോട് സ്വർഗം ചോദിക്കുന്ന കൂട്ടത്തിൽ പഠിച്ചോനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹഖ് ബർക്കത്തോട് എനിക്ക് സ്വർഗം തന്നെ എന്ന് പറഞ്ഞോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് സ്വർഗം വേണമെന്ന് പറഞ്ഞോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത് കുതുബിയത്തിന് വനജ്ജിനി മിൻ ലളാ ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹിയ്യദ്ദീൻ. എല്ലാ ഔലിയാക്കന്മാരുടെയും സുൽത്താനായ മുഹിയ്യദ്ദീൻ എന്നവരെ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് എന്നെ താങ്കൾ രക്ഷിക്കണേ. അത് വകുപ്പ് മാറി, അവിടെ വകുപ്പ് മാറി. നാം മൊയ്തീൻ ശൈഖിന്റെ വരികയാണെങ്കിലോ നമുക്ക് അവിടെയും ചോദിക്കാണ്ട് പലതും. പക്ഷെ അദ്ദേഹം വരുന്നില്ല, നിങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാന്നല്ലാതെ ഇക്കാലം വരെ വന്നിട്ടില്ല, അവരാരും വരുന്നുമില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് അവിടെ വകുപ്പുമില്ല. അതുകൊണ്ട് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി ചെയ്തത് അത് തന്നെയാണ് നമുക്ക് മാതൃക. പക്ഷെ നമുക്ക് ഹബീബിനെ കാണാൻ ഭാഗ്യം കിട്ടില്ല, ഹബീബുമായി സംസാരിക്കാൻ ഭാഗ്യം കിട്ടില്ല, ഹബീബിന് സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടില്ല. അതുകൊണ്ട് ഹബീബിൽ നിന്ന് അത്ര ഒരു ചോദ്യം നമുക്ക് ഇങ്ങോട്ട് കിട്ടാനും ഒരു അവസരം നമുക്ക് ഉണ്ടായില്ല. നമ്മളിന് പറ്റാത്തതുകൊണ്ട് പഠിച്ചോൻ നമ്മളെ തെരഞ്ഞെടുത്തില്ല എന്ന് മാത്രം. സ്വഹാബിയുടെ പഠിച്ചോല പഠിച്ചോ പോലെ തെരഞ്ഞെടുത്തു. അപ്പൊ അതൊന്നും നമുക്ക് ഇവിടുന്ന് യാഹൂ തങ്ങളെ എനിക്ക് സ്വർഗത്ത് പോകണമെന്ന് പറയാനും, കോയപ്പാപ്പ എന്നെ സഹായിക്കണമെന്ന് പറയാനും, CM വലിയുള്ള രക്ഷിക്കണമെന്ന് പറയാനും, ബദരീങ്ങളെ കാക്കണമെന്ന് പറയാനും, നമ്മൾ തങ്ങളെ സഹായിക്കണമെന്ന് പറയാനും അതിനൊന്നും ഇത് തെളിവല്ല. അപ്പൊ ഈ ആയത്തും ഈ ഹദീസും ഇസ്തിഗാസയുമായി ബന്ധമില്ല എന്നാണ് സൂചിപ്പിച്ചത്.